അപ്പം HR പറഞ്ഞു 5 മണിക്ക് മുൻപ് നിങ്ങൾക്ക് ഒരു ലിങ്ക് തരാം, അതിൽ സബ്മിഷൻ ചെയ്യാൻ പറഞ്ഞു. സോ ഞങ്ങൾ അഡ്വക്കേറ്റിനെ വെച്ച് അയാൾ പറഞ്ഞ ലിങ്ക് ത്രൂ ഞങ്ങൾ പോയി. 23-ാം തീയതി ഞങ്ങൾ ആവശ്യപ്പെട്ടു HR-നെ കാണാൻ വേണ്ടി. സോ ലാസ്റ്റ് മൊമെൻറ്റിൽ HR സമ്മതിച്ചു, ഞങ്ങളെ കാണാൻ അനുവദിച്ചു. ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിലേക്ക് വന്നപ്പോഴത്തേന് ഞാൻ എല്ലായിടത്തും പോയി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. HR ഇരുന്ന സ്ഥലത്തും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. ലാസ്റ്റ് മൊമെൻറ്റിൽ പറയട്ടെ, നോട്ട് മൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും യെശയ്യാ 45:2-3 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തരിക്കുകയും ഇരുമ്പാടമകൾ ഒടിക്കുകയും ചെയ്യും. നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയണമെന്ന് അന്ധകാരത്തിൻ്റെ നിധികളും രഹസ്യധനശര്യങ്ങളും ഞാൻ നിനക്ക് നൽകും എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ 9 പേർക്കും ഞങ്ങൾക്ക് PR ലഭിച്ചു. അന്ന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, PR എനിക്ക് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും അഖണ്ഡ ജപമാലയിൽ വന്ന് പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. സോ എൻ്റെ വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഓഗസ്റ്റായി. പിന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. സോ അമ്മയ്ക്ക് പറഞ്ഞ വാക്കല്ലേ, പെട്ടെന്ന് വന്ന് സാക്ഷ്യം പറയണമല്ലോ എന്ന് കരുതി. പക്ഷേ അന്നേരം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ലീവിന് പോയത് കൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ലീവ് ലഭിക്കത്തില്ലായിരുന്നു. സോ ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാനും പരിശുദ്ധ അമ്മയോട് നന്ദി പറയാനും വേണ്ടിയിട്ടാണ് ഈ പുണ്യഭൂമിയിൽ വന്നത്. സോ 1000 കോടി നന്ദി.